ഇന്ന് കാറ്റ് കൂടുതലാണല്ലോ പ്രസന്നേട്ടാ. ഉത്സവം മുടങ്ങോ? ആ അതെ അതെ, കഴിഞ്ഞ 10 വർഷമായിട്ടേ ഇത്രയും കലിപൂട്ട് വന്നിട്ടില്ല. വല്ലാത്ത കാറ്റാണല്ലോ തിരുമേനി. രാവിലെ എത്രയ്ക്ക് കാറ്റില്ലായിരുന്നു. ഇതിനിടയിൽ വിളക്ക് കാഴ്ചയുണ്ടോ? വിളക്ക് കാഴ്ചയോ? ഈ കാറ്റത്തോ? അമ്മമ്മേ, ഈ വിളക്ക് കാഴ്ച എന്താ? സാക്ഷാൽ ശ്രീരാമചന്ദ്രനു വേണ്ടി പണ്ട് സീതാദേവി ആചരിച്ചു പോകുന്ന ഒരു വഴിപാടാ. താലമേന്തിയ 12 പെൺകുട്ടികൾക്കൊപ്പം കാറ്റത്തണയാത്ത വിളക്കുമായി നടന്നു മല കയറി നടയിലെത്തണം. അങ്ങനെ എത്തിയാൽ മനസ്സിലെ ആഗ്രഹം എന്തായാലും അത് സാധിക്കുമെന്നാ വിശ്വാസം. മനസ്സിലായോ? എന്റെ ഓർമ്മയിൽ 10-12 വർഷമായിട്ട് ആരും വിളക്കണയാതെ നടയിൽ എത്തിയിട്ടില്ല. വിളക്കെടുക്കാൻ വന്നവരോട് പറഞ്ഞില്ലേ തിരുമേനി? പറഞ്ഞു. നടക്കാതിരുന്ന അവർക്ക് സങ്കടാവുന്ന് തീർത്തു പറഞ്ഞു. എന്നെ ഭഗവാൻ എത്തിച്ചോളൂന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ. പിന്നെ എന്താ ചെയ്യാ? ഏതാ അവര്? ഈ നാട്ടുകാരിയല്ല, പേര് സുജാത. വിളക്ക് നടയിലേക്ക് എത്തുവോ കൗസല്യേച്ചി? എവിടുന്ന്? ഇന്നത്തെ ദിവസം ഒരിക്കലും നടക്കില്ല, അത് തീർച്ചയാണ്. അതിൽ വിഷമിക്കണ്ട. നിങ്ങളുടെ കയ്യിലുള്ള വിളക്കണയാതെ നടയിലെത്തുക എന്നുള്ളതാണ് പ്രധാനം. അല്ല, ഇത് ആർക്കു വേണ്ടിയാ ഇത്രയും കഠിനമായിട്ടുള്ള വഴിപാട്? എന്റെ മരുമോൾക്ക് വേണ്ടിയാ. എന്നിട്ട് മരുമോൾ എവിടെ? വന്നിട്ടില്ല. ഇത്രയും വലിയൊരു ചടങ്ങ് നടക്കുമ്പോ മകന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. വരാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിട്ടാ. കിട്ടിയ മരുമകളെ കളയാൻ വേണ്ടി മല കയറുന്നവരുണ്ട്. വരാൻ പോകുന്ന മരുമകൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന അമ്മായി മാതിയായിട്ടാ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സീതാദേവിയെ പോലെ ഐശ്വര്യമുള്ള മോളെ തന്നെ കിട്ടട്ടെ. Congrats. കണ്ണേട്ടാ, അച്ഛനെ കണ്ടോ? അമ്പലത്തിലേക്ക് പോകുന്നുണ്ടോ? ആ, റിസൾട്ട് എന്തായി മോളെ? എനിക്ക് 3rd റാങ്ക് ഉണ്ട്. നന്ദിയുണ്ട് മോളെ. അമ്മയുടെ വഴിപാട് പൂർത്തിയാക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതെ, ഭഗവാൻ തന്നെ അയച്ചതാ കുട്ടിയെ. പഞ്ചായത്തിന്റെ വക സ്വീകരണം ഉണ്ട്.
ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഗ്രാമത്തിൽ ഒരാൾക്ക് റാങ്ക് കിട്ടുന്നത്. പ്രസിഡന്റ് അച്ഛനെ കണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതിശയം അല്ലാണ്ട് എന്താ പറയാ. വേറെ ആരെ കൊണ്ടും അടുത്ത കാലത്ത് ഇത് നടന്നിട്ടില്ല. തന്നോളൂ. ഈശ്വര, എന്റെ കുടുംബത്തെ കാത്തോളണേ. അടുത്ത വർഷം മുതൽ പെണ്ണുങ്ങളുടെ നീണ്ട നിരയായിരിക്കും വിളക്കെടുക്കാൻ. മനസ്സിലെ ആഗ്രഹം അതെന്തായാലും ഭഗവാൻ സാധിച്ചു തരും. എനിക്ക് പൊന്നുപോലൊരു മരുമോള് വേണം. മരുമോളല്ല, മോള് തന്നെ വേണം. മകൻ ജീവൻ. ഭഗവാനെ പോലെ തന്നെ അവന്റെ എല്ലാ പ്രവൃത്തിയും നന്മയുള്ളതാ. തെറ്റായ വഴിയിൽ ഇന്ന് വരെ അവൻ പോയിട്ടില്ല. അവനെ പോലൊരു മകനെ എനിക്ക് തന്നത് ഭഗവാന്റെ കൃപ. அடப்பாவி, இவனுக்கு என்ன பைத்தியமா? என்னடா மேக்கப்போட கிருஷி தொடங்கி இருக்கா? அடப்பாவி, எதுக்குடா இதெல்லாம்? கடவுளே பார்த்தாச்சு, எஸ்கேப் பண்ணல. கடவுளே, என்ன விதி இது? எல்லாமே முடிஞ்சு போச்சு. பழனியாண்டவா காப்பாத்துங்க. എന്താ സാറേ? ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുമ്പോൾ അവളുടെ മേക്കപ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ജയിച്ചു എന്നർത്ഥം. മേക്കപ്പ് ഒന്നുമില്ലാതെ ഒരു പെൺകുട്ടിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവം ജയിച്ചു എന്നർത്ഥം. அப்படியா? അതപ്പടി? പുരിഞ്ചിത, ആമാ സാർ, ആമാ ആമാ. ഞാനിത് ചെയ്തു എന്ന് നീ ആരോടെങ്കിലും പറയോ? പറഞ്ഞ നിനക്ക് വേണ്ടി വലിയൊരു കുഴിയെടുക്കും, കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. ഇതെതുക്ക്?
ഏട്ടാ ഏട്ടാ എന്റെ മേക്കപ്പ് ബോക്സ് കണ്ടോ? ഇല്ല, പുതിയ മേക്കപ്പ് ബോക്സ് വന്നിട്ട് ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കൂടിയില്ല. അത് അവിടെ എവിടെയെങ്കിലും കാണൂടി. ഇല്ല ഏട്ടാ, അവിടെ മുഴുവൻ ഞാൻ തെരഞ്ഞു. നീ കണ്ടോടാ? ഞാന് ഇല്ലേ? അയ്യോ അമ്മേ. ആ മോനെ, നിങ്ങൾ ഇറങ്ങിയില്ലേ? ഇല്ലമ്മേ, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങാം. പെട്ടെന്ന് വാ, ഇവിടെ ഇന്ന് വലിയ വലിയ ചടങ്ങുകളാ. ശരി അമ്മേ. ജ്യോതി, പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്താൻ അമ്മ പറഞ്ഞു. നീ റെഡിയാവ്. ഏട്ടാ എന്റെ മേക്കപ്പ് ബോക്സ് വന്നിട്ട് നോക്കാം മോളെ. കണ്ടില്ലെങ്കിൽ തന്നെ ഏട്ടന്റെ മോൾക്ക് പുതിയത് വാങ്ങി തരില്ലേ? ചെല്ല്. ഓക്കെ. അടാ എന്നാ നടിപ്പടാ. ஆட எங்க அப்பா பெரிய கில்லாடிடா பாவம். ആ ദേ മോളെ അച്ഛൻ. രാമ 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 രാമ. രാമ രക്ഷിക്കണേ. അച്ഛന് സുഖമില്ലാത്തതല്ലേ? എന്തിനാ ശയനപ്രദർശനം ചെയ്തേ? ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമല്ലേ? വെറും റിസൾട്ട് അല്ല, റാങ്കും കൊണ്ടാ മോള് വന്നിരിക്കുന്നേ. ആണോ? അതെ അച്ഛാ, 3 റാങ്ക് ഉണ്ട് എനിക്ക്. എന്റെ ഈശ്വര. ഇനിയിപ്പോ നിത്യമോൾക്കൊരു ജോലി നോക്കണ്ടേ? വേണമെങ്കിൽ കാനഡയിലുള്ള എന്റെ മോനെ വിളിച്ചു പറയാം. അവനവിടെ സ്വന്തം കമ്പനിയല്ലേ. വേണ്ട പ്രസിഡന്റ്, അച്ഛനെ തനിച്ചു വിട്ട് ഒരിടത്തും പോവാൻ എനിക്ക് താല്പര്യമില്ല. അച്ഛൻ എവിടെയാണോ അവിടെയാണ് എന്റെ സ്വർഗം. കാത്തുരക്ഷിക്കണേ. ശരി. പ്രസിഡന്റേ, പ്രസിഡന്റേ, ഹരിയെ കണ്ടോ? ഇല്ല. വില്ലെഴുന്നള്ളപ്പിന് സമയായി. ഹരിയല്ലേ വില്ലെടുക്കേണ്ടത്? അതെ. ആനക്കാരുടെ മേനോത്ത് പറമ്പിൽ ഹരി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. തഹസിൽദാരും കുടുംബം വന്നപ്പോ സ്വീകരിച്ച നമ്മുടെ ഹരിയാണല്ലോ. പൂക്കട മുതല് പൂരപ്പറമ്പ് വരെ ഹരിയുടെ കണ്ണത്താത്ത ഇടവില്ല. കീർത്തിയായിട്ട് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കല്ലേ. എന്നിട്ട് വില്ലെഴുന്നള്ളിപ്പിന് ആളെ കാണുന്നില്ലല്ലോ. ഹരി സമയത്തിന് എത്തും പ്രസിഡന്റ്. വാക്ക് പറഞ്ഞ വാക്കാ. എന്നാ തിരുമേനി അഭിഷേകം തുടങ്ങിക്കോളും. ആയിക്കോട്ടെ. ആ വേണ്ട, ഞാൻ പതുക്കെ കയറിക്കോളാം. പോയിക്കോ.
നമസ്കാരം നമസ്കാരം. 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 ഞാൻ പറഞ്ഞില്ലേ ഹരി കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന്. ഊരാളിങ് എത്തിയ സ്ഥിതിക്ക് ഇനി വില്ലെഴുന്നള്ളിപ്പ് നടത്താം. ഊരാള സ്ഥാനം അലങ്കരിക്കുന്ന ഹരി ശ്രേഷ്ഠമായ ശ്രീരാമ വില്ലെടുക്കുന്നതിന് എല്ലാ ഭക്തജനങ്ങൾക്കും സമ്മതമല്ലേ? സമ്മതമാണ്, സമ്മതമാണ്. അമ്മാവ് നിന്നെ അനുഗ്രഹിക്കണം. ഭഗവാന്റെ വില്ലെന്ന് നിനക്ക് അനുഗ്രഹം വേണ്ടുണ്ട്. വീണ ഇതുവരെ കണ്ടില്ലല്ലോ. അവിടെ കൂടെ ഉണ്ടാകേണ്ട ചടങ്ങല്ലേ ഇത്? അല്ല, വീണ് നേരത്തെ വീട്ടിൽ നിന്ന് പോകുന്നതാണല്ലോ അമ്മാവ. എന്നാ പിന്നെ അവളിവിടെ ഉണ്ടാവും എനിക്കറിയാം. വാ. ഒറിജിനലാ ചേച്ചി, വാങ്ങിച്ചോ? ഒറിജിനലോ? ഇതോ? അത് ഇവിടെ വരുന്ന വിവരമില്ലാത്ത പെണ്ണുങ്ങളോട് പറഞ്ഞാ മതി, എന്നോട് വേണ്ടേ? വീണേ, ഇവിടെ കിടന്ന വേഷമാണോ ഇത്? ക്ഷേത്രത്തിലെ ഊരാള സ്ഥാനം എന്ന് വെച്ചാ ചെറിയ കാര്യമാ? പിന്നെ ഹരി വില്ലെടുക്കുമ്പോ കൂടെ നിൽക്കേണ്ടവളല്ലേ നീ? ഞാനില്ലാതെ ചടങ്ങിന് മുടക്കമൊന്നും വന്നിട്ടില്ലല്ലോ. അസത്ത് വർത്തമാനം പറയാണ്ടിരിക്കും നീ. ഇവനെ കണ്ട് പഠിച്ചൂടെ നിനക്ക്? കുട്ടികൾ മുതൽ വലിയവര് വരെ കൈയെടുത്ത് തൊഴുകയായി ഇവനെ. ഈ ഊരാളൻ സ്ഥാനം എന്ന് വെച്ചാ എന്താ? അപ്പൂപ്പ മരിച്ച അച്ഛന്, അച്ഛൻ മരിച്ച മോന്, അല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ച് മഹത്വമൊന്നും വേണ്ട. എടി ഒന്ന് നിർത്തൂ. വീട്ടിലിരിക്കുമ്പോ മരുമകന് പുകഴ്ത്തുന്നത് കേട്ട് മടുത്തു. ഇവിടെയെങ്കിലും കുറച്ച് സ്വൈര്യന്താ. വീണേ, അവള് പോട്ടെ അമ്മാവ. അവൾ എന്തിനാ നിന്നെ ഇത്ര നിഷേധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മാവൻ എന്തിനാ അവളുടെ മുന്നിൽ എന്നെ ഇങ്ങനെ പൊഴുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിളക്കാഴ്ച പൂർത്തിയായ നിലയ്ക്ക് ഇനി മണിവിളക്ക് എത്തിക്കണ്ടേ? അതാരാ? താനിത് എവിടെയായിരുന്നു? ക്ഷേത്രത്തിലെത്തുന്ന കന്യകമാരുടെ പേര് നറുക്കിട്ട് അത് കിട്ടുന്ന ആളല്ലേ മണിവിളക്ക് കത്തിക്കുക. അതെ. നറുക്കെടുപ്പ് കഴിഞ്ഞു, നിത്യ മണിവിളക്ക് കത്തിക്കുക. നമ്മുടെ സദാനന്ദേട്ടന്റെ മോളാ ആ റാങ്ക് കിട്ടിയ കുട്ടിയെ. ഏട്ടൻ എവിടെ മോളെ? അത് പറയാനാ ഞാൻ അമ്മയെ തിരക്കി വന്നത്. വാ,
ഒരത്ഭുതം കാണിച്ചു തരാം. വന്നേ. സ്വാമി കാപ്പാത്തുങ്ക സ്വാമി. സ്വാമി മോനെ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ നേർച്ചയും നടത്തുന്നതല്ലേ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അമ്മക്കാக சாக வேண்டி வந்தா சாகும். பெரிய ஆளம்மா. ഇവനെ സുജാത അവിട്ടം. അമ്മ കൂപ്പറ. മോനെ, അമ്മ പ്രസാദം വാങ്ങിച്ചിട്ട് വരാം. ஐயா ஐயா எழுந்திருக்க கூடாது, பெரிய பாபாக்கும். അമ്മയോട് അങ്ങനെ പറഞ്ഞു കൊടുത്താണ്ടല്ലോ. சாமி காப்பாத்துங்க சாமி, எல்லா பாவங்களும் பொறுத்து உங்களை காப்பாத்துங்க. ഈശ്വര, എനിക്ക് എന്ത് നല്ലൊരു മകനെയാണ് അങ്ങ് തന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. சாமிக்கு முன்னாடியே இப்படியா? മോനെ, വാ. വാ. തൊഴുതു. இந்த மாதிரி அப்பாவியான ஒரு அம்மையை கிடைச்சா எப்படி ஏமாட்டலாம். கடவுளே, எனக்கு இதுல பங்கு இல்லை. എന്നാലും ഏട്ടാ, ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മ എന്നും നമ്മുടെ കൂടെ വേണം, ഇത്രയും ഐശ്വര്യത്തോടെ. ഈശ്വര, എനിക്ക് ഇങ്ങനെ ഒരു മകനെ തന്നതിൽ കൂടുതൽ ഒരനുഗ്രഹവും ഞാൻ അങ്ങയോട് ചോദിച്ചുകൂടാ. എന്റെ മഹാഭാഗ്യമാണ്. ஆண்டவனே ஏமாத்தியாச்சு, அம்மாவே ஏமாத்தியாச்சு. கில்லாடிடா. പഴം തീർന്നു പോലെ ശംഭു. ആ, അതൊക്കെ മതി. ഭഗവാൻ ഇതിന്റെ കണക്കെടുക്കാൻ പോകുന്നുണ്ടോ? നടത്തുന്നവരുടെ ഒരു തൃപ്തി, അല്ലാണ്ട് എന്താ? ഭഗവാൻ കണക്കെടുക്കില്ലെന്ന് ആരാ പറഞ്ഞത്? ഈരേഴുലകത്തിനും അധിപതിയല്ലേ ഭഗവാൻ? പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണെന്നല്ലേ സങ്കല്പം. നടയിൽ നിന്നുകൊണ്ടാ ഭഗവാന്റെ കാഴ്ചയെപ്പറ്റി പറയുന്നത്. സ്വന്തം തൊഴിലിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ഏറ്റവും വലിയ ഭക്തി. വിശ്വസിച്ചമയാൻ എളുപ്പമാണ്, വിശ്വസിക്കണം, അതാ പ്രധാനം. ആത്മാർത്ഥമായിട്ട് അത് ചെയ്തു കൊടുക്ക, അതിനുള്ള കൂലി ഭഗവാൻ തരും. അവർക്കും നിങ്ങൾക്കും. അമ്മേ, അമ്മ എങ്ങോട്ടേ പോകുന്നേ? അത് പല്ലക്ക് പ്രദക്ഷിണം തുടങ്ങാറായി. തിരക്കായ പിന്നെ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ലെന്നാ പറയുന്നേ. അമ്മ വാ.
നമുക്ക് മടങ്ങാറായില്ലേ അമ്മേ? പള്ളിക്ക് ഘോഷയാത്ര കാണാന്ന് പറയുന്നത് പുണ്യമാണ് മോനെ. ഇതോടുകൂടി ഇന്ന് ചെയ്തതെല്ലാം പൂർണ്ണതയിലെത്തിയെന്ന് പറയാം. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഈ അമ്മയുടെ ഒരു കാര്യം. ഒന്ന് ക്ഷമയോടെ നിൽക്കണം. സ്വാമി, മോളെ വീണേ, നീ എന്തെങ്കിലും മാറി നിൽക്കുന്നേ? ദൈവദോഷം വാങ്ങിച്ചു കൂട്ടല്ലേ. ചെല്ലങ്ങോട്ട് ചെല്ലേ. എന്താ അവിടെ? ഒരു കുട്ടിയുടെ ധാവണി കഴിഞ്ഞു പോയതാ.